السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. ഫിഖ് പാഠം 137. ഭാര്യ ഭർത്താക്കൾ സംഭോഗവേളയിൽ സംസാരിക്കാൻ പാടില്ല. ഏതു തരത്തിലുള്ള സംസാരങ്ങളും ഉപേക്ഷിക്കേണ്ടതാണ്. കാരണം സംഭോഗവേളയിലെ സംസാരം കറാഹത്താണ് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണും. വുളൂഇൻ്റെ സമയത്തുള്ള സംസാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയിൽ ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു പറയുന്നത് കാണും, ലികറാഹത്തിൽ കലാമി ഇൻദഹു, ജിമാഇൻ്റെ വേളയിൽ സംസാരിക്കൽ കറാഹത്തുണ്ട്. അങ്ങനെ മറ്റു കിതാബുകളിലും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ സംഭോഗത്തിൻ്റെ പ്രാരംഭ ഘട്ടത്തിൽ ബിസ്മി ചൊല്ലൽ സുന്നത്തുണ്ടല്ലോ. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബിന ശൈത്വാന വജന്നിബി ശൈത്വാന ഫീമാ റസഖ്തന എന്ന് ബിസ്മി ചൊല്ലിക്കൊണ്ടാണല്ലോ ഭാര്യ ഭർത്താക്കൾ സംഭോഗം ആരംഭിക്കേണ്ടത്. ആ ബിസ്മി മനഃപൂർവമായോ മറന്നോ ആദ്യഘട്ടത്തിൽ ഉപേക്ഷിച്ചയാൾക്ക് ഇടക്ക് ചൊല്ലാൻ പറ്റുമോ? ഏതുപോലെ വുളൂഇൻ്റെ തുടക്കത്തിൽ ബിസ്മി ഉപേക്ഷിച്ചയാൾ വുളൂഇൻ്റെ ഇടക്ക് ചൊല്ലൽ സുന്നത്തുണ്ട്. ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലാത്തയാൾ ഇടക്ക് വച്ച് ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറഹു എന്ന് പറയൽ സുന്നത്തുണ്ട്. എന്നാൽ അപ്രകാരം ജിമാഇൻ്റെ പ്രാരംഭത്തിൽ ബിസ്മി ചൊല്ലാത്ത ആളുകൾക്ക് ഇടക്ക് വച്ച് ചൊല്ലാൻ പറ്റുമോ? പറ്റില്ല, അവർക്കത് സുന്നത്തില്ല എന്നാണ് ഫുഖഹാ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയുക. കാരണം സംഭോഗവേളയിൽ ഒരു തരത്തിലുള്ള സംസാരവും പാടില്ലാത്തതാണ്. ഫഇൻ തറക തസ്മിയത വലോ അംദൻ ഫഫി അസ്നാഇൽ വുളൂഇ യതി ബിഹാ, വുളൂഇൻ്റെ ആരംഭത്തിൽ ബിസ്മി ഉപേക്ഷിച്ചയാൾ വുളൂഇൻ്റെ ഇടക്ക് ബിസ്മി കൊണ്ടുവരണം. തദാറുക്കല്ലഹ, അത് വീണ്ടെടുക്കണം. ഖായിലൻ ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറഹു എന്ന് പറഞ്ഞുകൊണ്ട്. ഭക്ഷണം കഴിക്കാൻ എന്ന വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. ബിഖിലാഫി നഹ്വിൽ ജിമാഅ്, ജിമാഅ് പോലെയുള്ള അഥവാ ചെയ്തുകൊണ്ടിരിക്കെ സംസാരിക്കൽ കറാഹത്തുള്ള വിഷയങ്ങൾക്ക് എതിരായിട്ട് അവിടെ തുടക്കത്തിൽ ബിസ്മി മറന്നാൽ അല്ലെങ്കിൽ മനഃപൂർവ്വം ഉപേക്ഷിച്ചാൽ ഇടക്ക് ബിസ്മി ചൊല്ലാൻ പാടില്ലാത്തതാണ്. ബിസ്മി ചൊല്ലിയാലും അവിടെ കറാഹത്ത് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ അവിടെയുള്ള മറ്റൊരു ചർച്ച, എന്നാൽ വിസർജന സമയത്ത് തുമ്മിയ ആള് അൽഹംദുലില്ലാഹ് എന്ന് നാവ് കൊണ്ട് പറയാൻ പറ്റില്ലെങ്കിലും കൽബ് കൊണ്ട് പറയാമല്ലോ എന്ന പോലെ സംഭോഗവേളയിൽ നേരത്തെ ബിസ്മി മറന്നയാൾക്ക് അല്ലെങ്കിൽ ഉപേക്ഷിച്ചയാൾക്ക് മനസ്സിൽ ബിസ്മി കൊണ്ടുവരാൻ പറ്റുമോ? അങ്ങനെ കൊണ്ടുവരാം എന്ന് പറഞ്ഞ ചില പണ്ഡിതന്മാരുണ്ട്. അങ്ങനെയും കൊണ്ടുവരരുത് എന്ന് പറഞ്ഞവരും ഉണ്ട്. ഏതായാലും സംഭോഗ സമയത്ത് ബിസ്മി പോലും ചൊല്ലാൻ പാടില്ല. അപ്പോൾ പിന്നെ ഒരു തരത്തിലുള്ള സംസാരങ്ങളും ആ സമയത്ത് പറ്റില്ല. അപ്പോൾ രണ്ടുപേരും മൗനം ദീക്ഷിക്കുകയാണ് വേണ്ടത് എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ചര്യ. അതിനെ എതിര് ചെയ്യുന്നത് കറാഹത്താണ്, അനഭിലഷണീയമാണ്, മുസ്ലിമീങ്ങൾക്ക് യോജിക്കാത്ത അരുതാത്ത കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു സുന്നത്തുകളൊക്കെ മുറുകെ പിടിക്കാൻ, അരുതായ്മകളൊക്കെ മാറ്റി നിർത്താൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ.
ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.